ഹായ്. ഈ പ്രപഞ്ചത്തിൽ ഈ സ്നേഹിക്കുന്നവർ രണ്ട് തരം വിഭാഗത്തിലാണുള്ളത്. ഒന്ന് ആകിരണ സ്വഭാവവും ഒന്ന് വികിരണ സ്വഭാവവും. അതായത് ആകിരണം എന്നാൽ നമ്മളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്, വികിരണം എന്നാൽ നമ്മളാൽ കൊടുക്കപ്പെടുന്നത്. ഇങ്ങനെ രണ്ട് വിഭാഗമേ നമ്മളുടെ ഈ സ്നേഹത്തിലുള്ളൂ. ഇതിൽ നിങ്ങൾ ഏത് ഗണത്തിലാണെന്ന് നിങ്ങൾ ഞാൻ പറയുന്നതിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ അല്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ കാമുകന്മാരാണെങ്കിൽ ആദ്യത്തെ ആകർഷണത്തിലൂടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വേണമെന്ന ആഗ്രഹത്തിലൂടെയാണോ, അല്ലെങ്കിൽ അവർ നമ്മളുടെ കൂടെ വേണം എങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാവുമെന്ന ആ ഒരു സ്വാർത്ഥത, അതൊരു തരം സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയിലൂടെയാണോ? ഇതൊക്കെ ആകിരണ സ്വഭാവമുള്ളതാണ്, അതായത് നമ്മളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. ഓക്കെ, ഇത് ആകിരണ സ്വഭാവം. ഈ ആകിരണ സ്വഭാവത്തിൻ്റെ സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോഴും ഇതിൽ ദുഃഖം അനുഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് വികിരണ സ്വഭാവം, അതായത് നമ്മളാൽ കൊടുക്കപ്പെടുന്നത്. നമ്മളൊരാളെ അവരുടെ സിറ്റുവേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വികാരത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹമുണ്ട്. ത്യാഗം, ദാനം, കരുണ, സഹാനുഭൂതി. അവർക്കൊരു അസുഖത്തിലൂടെയോ അവരുടെ ആ മാനസികമായിട്ടുള്ള ആ തകർച്ചയിലൂടെ നമ്മൾക്ക് അവരോട് തോന്നുന്ന ഒരു തരം സ്നേഹം, ഇത് നമ്മളാൽ കൊടുക്കപ്പെടുന്നതാണ്. വികിരണം, നമ്മളിൽ നിന്ന് പ്രകാശം പോകുന്നത് പോലെ വികിരണം. ഈ സ്നേഹത്തിന് 100% നമുക്ക് തിരിച്ച് സന്തോഷമേ കിട്ടൂ. കാരണം നമ്മളാൽ കൊടുക്കപ്പെടുന്നതിന് നമ്മൾ ഒരിക്കലും തിരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളാൽ കൊടുക്കുമ്പോഴാണ് ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക. ഈ സ്നേഹം 100% വിജയത്തിലേക്ക് പോകും. അപ്പോൾ രണ്ട് ഗണം, ഒന്ന് ആകിരണം, ഒന്ന് വികിരണം. ഈ രണ്ട് ഗണത്തിൽ നിങ്ങൾ ഏത് ഗണത്തിലാണെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ.